ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് തുടങ്ങാം. ഇപ്പോൾ ഒരു 3 മണിയായി, വൈകുന്നേരം ആകാറായി. ഇന്നൊരു ഫ്രണ്ട് മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഞാനിവിടെ ചട്ടിപ്പത്തിരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ രീതിയിലുള്ള ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ പൊളിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ആക്ച്വലി കുറേ നാളായി ഇത് പ്ലാൻ ചെയ്തിട്ട്, ഇന്നാണ് ഒരവസരം കിട്ടിയത് പോകാനായി. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു. ഇനി നമുക്ക് പാനിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ കഥകളുണ്ട് പറയാൻ. അതൊക്കെ പോകെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി 3 ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ബിരിയാണിയുടെ ഇലയും ചേർക്കുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് കിട്ടും ആ ഒരു സ്നാക്സിന്. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 നുള്ള് ബിരിയാണി മസാല ഇടുന്നുണ്ട്. എനിക്ക് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത്, കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ജീരകവും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബിരിയാണിപ്പൊടിയും കൂടി ഇട്ടതാണ്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി 1 കപ്പാണ് ഞാനിവിടെ മൈദ മാവ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ചേർക്കുന്നത്. എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദമാവ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൂട്ടി കുറച്ച് നേരം നമുക്കിതിനെ മാറ്റി വയ്ക്കാം.
ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതിനിടയിൽ എനിക്കൊന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ചെയ്ത പരിപാടിയാണിത്. ഇത് ഭയങ്കര ഒരു നല്ല പരിപാടിയാണ്. നമ്മുടെ മൈൻഡും സെറ്റാവും. എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ട്രൈ ചെയ്താൽ നമുക്കൊന്ന് റിലീഫ് കിട്ടും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ വരയ്ക്കാനൊക്കെ. വരയ്ക്കാൻ അറിയത്തൊന്നുമില്ല, എന്നാലും വരയ്ക്കുന്നു. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി പരത്തി അതിലോട്ട് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത ശേഷം അതിനെ പരത്തിയെടുക്കുക. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ ചെയ്താൽ മതി. നമുക്കതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കുന്നത് കുറച്ച് ഒട്ടാൻ വേണ്ടിയാണ്. എന്നിട്ടൊന്ന് പിരിച്ച് കൊടുക്കുക. ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. പൊരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി. അപ്പോൾ നമുക്ക് പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്രാഫ്റ്റ് ചെയ്താണ്. അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മളിന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സാണ്. വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ സ്പോട്ട്. ഞങ്ങൾ വടക്കുംതല, തെക്ക് വശമാണിത്. വടക്ക് വശമാണിത്. ശബരി ഫാക്ടറി എന്ന് ഞങ്ങൾ വിളിക്കും. അതിൻ്റെ ഒരു ഗേറ്റാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയപ്പോൾ ഒന്ന് വെറുതെ പുറത്തൊക്കെ ഇറങ്ങിയാണ്. നമ്മൾ ആരംഭിക്കലാമാ. നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടാൻ നല്ല രസമുണ്ട്. കാരണം എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്നത് മിക്സ് ചെയ്താണ് ഞങ്ങൾ കഴിക്കുന്നത്. കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സ്കൂളിലെ വിശേഷങ്ങൾ, സ്കൂളിൽ പണ്ട് നടന്ന വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഇൻ്റർവെല്ലിൽ നടന്ന കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടണം. അപ്പോഴാണ് നല്ലൊരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു ഫ്രഷ്നെസ് കിട്ടി. കുറേ നാൾ കൂടി കണ്ടതുകൊണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. സ്കൂളിൽ പഠിച്ചതും ഫസ്റ്റ് കണ്ടുമുട്ടിയതും ഒക്കെ പറയുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ. ഞാനതൊരു വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഈ ചിരിക്കുന്നതിന് കാണാൻ എൻ്റെ സ്കൂളിൽ നടന്നൊരു സംഭവം പറഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് സന്തോഷിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിരിഞ്ഞ് വീട്ടിലെത്തി. കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. സന്ധ്യയായി വരുന്നൊരു മൂഡാണ്. നല്ലൊരു രസമുണ്ട് ഇത് കാണാൻ. ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോയിൽ പകർത്താമെന്ന്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.